नमो भगवते वासुदेवाय। नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। हे कृष्ण करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका जगद्हिताय कृष्णाय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृन्द। जय जय भागवता जय जय राधा कृष्ण स्वरूपा जय जय भागवता देवा जय जय भागवता जय जय भागवता देवा जय जय भागवता जय जय राधा कृष्ण स्वरूपा जय जय भागवता देवा जय जय भागवता जय जय भागवता देवा जय जय भागवता जय जय राधा कृष्ण स्वरूपा जय जय भागवता देवा जय जय भागवता जय जय भागवता देवा जय जय भागवता जय जय राधा कृष्ण स्वरूपा जय जय भागवता देवा जय जय भागवता। पुरंदर श्रीमद् भागवतम की जय। ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു സപ്താഹം ചെയ്യുന്നത് ഞാൻ കണ്ടു വന്ന്. സാധാരണ നാട്ടിൽ സപ്താഹം അമ്പലത്തിൽ പിന്നെ കല്യാണ മണ്ഡപം ഹാളുകളിലൊക്കെയാണ് ചെയ്യുന്ന പതിവ്. ഇങ്ങനെ ഒരു ബേസ്മെന്റിൽ കാർ ഷെഡ് പോലെ ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടാണ്. This is the first time we are doing saptaham like this, under a basement. Looks like a terrorist place or something like that.
Normally we do it in the temple and things. Saptahavedil ഭക്തന്മാർക്ക് സ്വാഗതം. വെൽക്കം യു ഓൾ. സാധാരണ നാട്ടിൽ സപ്താഹമൊക്കെ നടക്കുമ്പോൾ എല്ലാവരും കൈകാലൊക്കെ നീട്ടി ഉറങ്ങുന്നതാണ് പതിവ്. മോസ്റ്റ്ലി പീപ്പിൾ വിൽ ബി സ്ലീപ്പിംഗ്. എല്ലാ സപ്താഹവേദിയിലും കണ്ടാൽ കാലൊക്കെ നീന്തി സമാധാനമായിട്ട് ഉറങ്ങണം. ജനറലി പീപ്പിൾ വിൽ സ്ലീപ്പ്. പക്ഷേ ശാസ്ത്രങ്ങൾ ഇതുപോലെ ഉറങ്ങുന്നതും ഒരു വലിയ പുണ്യമായിട്ടാണ് പറയുന്നത്. സപ്താഹവേദിയിൽ വന്നിട്ട് നല്ല സമാധാനത്തിൽ ഉറങ്ങാണെങ്കിലും അതൊരു വലിയ കൈങ്കര്യം, വലിയ സേവയായിട്ടാണ് പറയുന്നത്. So even if you sleep in this class, it's considered to be very glorious. Okay, you can sleep, you can all sleep, no problem. ഉറങ്ങുന്നത് വലിയ ഒരു ആചാരമായിട്ടാണ് പറയുന്നത്. Sleeping is also a very great seva. Because it's explained in രാമായണത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. രാമരാവണ ഘോര യുദ്ധത്തിൽ, അതായത് മാസങ്ങളോളം നീണ്ടു നിന്ന ഒരു മഹായുദ്ധം, very glorious battle between Rama and Ravana. Kumbhakarna was killed by Rama. കുംഭകർണനെ ശ്രീരാമചന്ദ്രമൂർത്തി വധിക്കുകയുണ്ടായി. നമ്മുടെ വൈദിക ഗ്രന്ഥങ്ങൾ അനുസരിച്ച് 33 കോടി ദേവീദേവന്മാരുണ്ട്. Totally 33 crores of Devi Devatas. For every action there is a Deva. ഓരോ കാര്യത്തിനും ഒരു ദേവി ദേവനുണ്ട്. ഭഗവതിയെ പൂജിച്ചാൽ വർഷിപ്പ് ദുർഗ നല്ല പൈസ കിട്ടും, ഒരുപാട് ധനം ശേഖരിക്കാൻ, മണി. ശിവനെ ആരാധിച്ചാൽ, മഹാദേവനെ പൂജിച്ചാൽ, if you worship Lord Shiva, you get very beautiful wife. നല്ല സുന്ദരിയായ പത്നിയെ കിട്ടും. ഗണപതിയെ ആരാധിച്ചാൽ തടസ്സങ്ങൾ മാറി കിട്ടും. Worship Lord Ganesh, all the obstacles will be cleared. അസുഖത്തിനും മരുന്നിനും വേണ്ടി ധന്വന്ത്രി മൂർത്തി, അശ്വിനി കുമാരന്മാരെ ആരാധിക്കാം. For medicine you can worship അശ്വിനി കുമാരാസ് and ധന്വന്ത്രി. ഈവൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലും ദഹിക്കണമെങ്കിൽ ജഠരാഗ്നി, ശങ്കര is there. മഹാദേവൻ ജഠരാഗ്നിയായിട്ട് വയറ്റിനകത്തുണ്ട്. Lord Shiva, he makes the food which you eat get digested. ഇതുപോലെ ഉറക്കത്തിനും ഒരു ദേവിയുണ്ട്, നിദ്രാദേവി എന്നാ പേര്. ഉറക്കത്തിനെ നിയന്ത്രിക്കാൻ, ടു കൺട്രോൾ സ്ലീപ്പ് യു ഹാവ് നിദ്രാദേവി. നിദ്രാദേവി രാത്രി 10-11 മണിക്ക് വന്നിങ്ങനെ ആകുമ്പോൾ നമ്മൾ ഉറങ്ങും, രാവിലെ 6 മണിക്ക് ആകുമ്പോൾ. She controls the sleep. Who controls the sleep? നിദ്രാദേവി. In that glorious battle between Rama-Ravana മഹായുദ്ധത്തിൽ ഒരു ദിവസം രാമചന്ദ്രമൂർത്തി രാവണനെ കുംഭകർണനെ വധിച്ചു. കുംഭകർണ was killed by Rama. Everyone in this universe was very happy. പ്രപഞ്ചത്തിൽ സമസ്ത ജീവജാലങ്ങളും സന്തോഷത്തിൽ ആഹ്ലാദിച്ചുകൊണ്ടിരിക്കുകയാണ്. That is not the problem of amplifier, it's a problem. It's my mistake. You had to go up and down every day. ശരി, എവിടെ നിർത്തി? കുംഭകർണ was killed. എല്ലാവരും പ്രപഞ്ചത്തിലുണ്ടായിരുന്ന സർവത്ര ജീവജാലങ്ങളും സന്തോഷത്തിലായി. Everyone was happy. കുംഭകർണ got killed. Right? But then only one person was so sad. ഒരേ ഒരാൾ മാത്രം ഭയങ്കര ദുഃഖത്തിലായി. ആരാത്? One person was so upset. Nidra Devi. So Nidra Devi, she went to Lord Rama and said, Mahaprabhu Ramachandra Murthiye കണ്ടിട്ട് Nidra Devi പറഞ്ഞു, പ്രഭു ഇത് നേരാണ്. What you have done is not at all fair. You have so many devotees. പ്രപഞ്ചം ഒട്ടാകെ അങ്ങേക്ക് ഭക്തന്മാരുണ്ട്. എനിക്കുണ്ടായിരുന്നത് ആകെ ഒന്നേ ഒന്ന്. I got only one. And you killed him also. അവനെയും വധിച്ചു. ഇത് നേരാണോ? Is it fair? Then Ramachandramurti felt very bad. ഭഗവാന് വളരെ വളരെ ദുഃഖം തോന്നി, ദയ തോന്നി. So he told Nidra Devi എടുത്ത് പറഞ്ഞു, എവിടെയെല്ലാം ഭഗവത്ഗീത പ്രവചനങ്ങൾ നടക്കും,
എവിടെയെല്ലാം ഭാഗവത സപ്താഹം നടക്കുന്നു, എവിടെയെല്ലാം ഹരികഥാ കാലക്ഷേപം നടക്കുന്നു, എവിടെയെല്ലാം ഹരിനാമ സങ്കീർത്തനം നടക്കുന്നു, ഈ വേദികളിൽ ആപാലവൃത്തം ജനങ്ങൾക്കും പശുക്കൾക്കും കീടങ്ങൾക്കും മനുഷ്യരും മൃഗം ചെടികൊടികളും രാക്ഷസനും എല്ലാവർക്കും അവിടെ പങ്കുകൂടാൻ നീയും ചെന്ന് കുടിക്കും. So Lord felt very bad, he felt pity towards Nidra Devi and he said, Nidra Devi, don't worry. Wherever there is Bhagavat Saptaha going on, wherever Bhagavad Gita and Harinam Kirtan, all these glories of Lord Hari is said, you please go and assemble. Everyone can assemble. So Saptaha Vediyil Mudunvariyil aarayirikkunna? Who's sitting in the first row? See, empty here. Aarayirikkunna? Nidra Devi. Because Nidra Devi is there in the Saptaha, everybody will be sleeping. Nidra Devi Mudunvariyil irikkunnonde Saptahathil ellavarum urangunna padiyundi. So ഉറങ്ങുന്നതും ഒരു മഹത് സേവയാണ്. So you can peacefully sleep for next half an hour, no problem. പക്ഷെ കൂർക്കം വലിച്ച് അടുത്തുള്ള ആളെ ഉപദ്രവിക്കാതിരുന്നാണ്. So Bhagavatam and Bhagavad Gita are considered to be the essence of Vedas. വേദ സാഹിത്യങ്ങളുടെ സാരമായിട്ടാണ് ഭാഗവതത്തിനെയും ഭഗവത്ഗീതയും പറയുന്നത്. ഏതൊരു വ്യക്തി ഇത് മനസ്സിലാക്കുന്നുണ്ടോ, the person who understands this is considered to be a glorious person and qualified to become a devotee of Lord. ഇത് മനസ്സിലാക്കുന്ന വ്യക്തിക്ക് ഇത് എന്താ പറയാ, ഭക്തനാകാനുള്ള സർവത്ര യോഗ്യതയും നേടുന്നതാണ്. Totally there are 18 Puranas, 18 പുരാണങ്ങളുണ്ട്. 2 ഇതിഹാസം, 2 ഇതിഹാസം, രാമായണം, മഹാഭാരതം, 108 ഉപനിഷത്ത്, 108 പിന്നെ ആരണ്യകം, സംഹിത എന്ന് പറഞ്ഞിട്ട് വേദശാസ്ത്രങ്ങൾ തിരമാലകൾ പോലെ ഒരു മനുഷ്യന് അളക്കാൻ പറ്റാത്തതാണ്. The scriptures are too vast. A person cannot read all these things in one lifetime. ഒരു മനുഷ്യ ജീവിതത്തിൽ ഒന്നും വായിച്ച് മനസ്സിലാക്കുന്നത്. But then if you understand Bhagavad and Bhagavad Gita, it's like you understood everything. ഏതൊരു വ്യക്തി ഭാഗവതം ഭഗവത്ഗീത മനസ്സിലാക്കുന്നുണ്ടോ അവൻ എല്ലാ ഗ്രന്ഥങ്ങളും മനസ്സിലാക്കിയിരുന്നു. He understands everything. Okay? Srimad Bhagavatam ki jai. So you will sleep or you won't sleep for next half an hour. No sleep or sleep. Okay. So നമ്മുടെ എല്ലാ പുരാണ ഗ്രന്ഥങ്ങളും ഒരു ശോകത്തിലിരുന്നാണ് തുടങ്ങിയത്. All our scriptures started from misery, sadness, curse or battle. ഒരു ശാപം, ഒരു യുദ്ധം, ഒരു തപസ്യ, ദുഃഖം, ഇതിലിരുന്ന എല്ലാ വേദഗ്രന്ഥങ്ങളും തുടങ്ങി. All the scriptures start like that. That is why it is called shloka. അതുകൊണ്ടാണ് ഇതിനെ ശ്ലോകം എന്ന് പറയുന്നത്. ശോകത്തിലിരുന്ന് ഉണ്ടായതാ ശ്ലോക. Shloka came from the word shoka. That is why the place where Janaki in Ayodhya, Ravana, Lankapuri is called Ashokavana. Sita Devi ഉണ്ടായിരുന്ന ആ വനത്തിന് പേര് അശോകവനം. അശോകവനം എന്ന് പറഞ്ഞാൽ അശോക, ശോകമില്ലാത്ത ദുഃഖമില്ലാത്ത വനം. The forest where there is no misery. എന്തുകൊണ്ടാണ് ആ വനത്തിൽ മാത്രം ദുഃഖമില്ല? Why in that forest alone there was no misery? All over Lanka there was misery, but not in that forest. ലങ്ക മുഴുവനും ദുഃഖമായിരുന്നു, പക്ഷെ വനത്തിൽ മാത്രമില്ല. കാരണം വനത്തിൽ സീതാദേവി സദാസമയം രാമനാമം ജപിച്ചത് കൊണ്ട്. Because Mother Sita was all the time chanting Rama's name, that particular place there is no shoka. ദുഃഖമില്ലാത്ത ഒരു അവസ്ഥ, ശോകവനം. Right? See Bhagavad Gita. Bhagavad Gita ഉദാഹരണമായി എടുത്താൽ Bhagavad Gita started from where? എവിടെ വെച്ചാ Bhagavad Gita ഉത്ഭവം? The battlefield. ഘോരമായ യുദ്ധഭൂമിയിലാണ് Bhagavad Gita ഉണ്ടായത്. യുദ്ധം എന്ന് പറയുന്നത് നല്ലതാണോ ചീത്തയാണോ? നന്മയാണോ ദോഷമാണോ? Yes. Bhagavad Gita started from battle. ഭാഗവതം എവിടെ നിന്നാണ് തുടങ്ങിയത്?
Parikshitinte Shapathil. There was a curse. And Bhagavatam started from the curse. You take Ramayana. Ramayana started from the curse casted by Valmiki on a Nishada, hunter. ഒരു കാട്ടാളനെ ശപിച്ചതിൽ ഇരുന്നാണ് രാമായണം തുടങ്ങിയത്. That's why the first shloka is called Ma Nishada Pradishtantva Magama Shashwati Sama. It's a curse, Ma Nishada. Ramayana started with the curse, right? So എല്ലാ വേദഗ്രന്ഥങ്ങളും എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഒരു ദുഃഖത്തിലിരുന്ന. Everything started from this. എന്തുകൊണ്ടാ? Why is it so? ദുഃഖത്തിലും ഒരു ഉപദേശം കിട്ടുമ്പോൾ ആ ഉപദേശം ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ചെന്ന് പതി. When you are disturbed, when there is little misery, when there is distress, then the message goes deep in the heart. When everything is sufficient, nobody bothers about advices. എല്ലാം നല്ലപോലെ പോകുമ്പോൾ ഉപദേശം ആരും കേൾക്കാൻ തയ്യാറാവും. Right? ഇവിടെ ഇപ്പോൾ 30-40 പേര് കൂടി 20-30 ആക്കിയ നാട്ടിലായിരുന്നെങ്കിൽ എത്ര പേര് ഭക്തരാകുമായിരുന്നു? ഇതുപോലെ നാമജപമൊക്കെ ചെയ്യുമായിരുന്നു? If you are back in your hometown, will you be doing all these things? It's a question mark. We are not very sure. എത്ര പേര് ഇവിടെ വന്നതിന് ശേഷം ഇതൊക്കെ മനസ്സിലാക്കി? How many of you understood all these things after coming here? നാട്ടിലെന്താ പരിപാടി? What do you do back at home? Monday Lord Shiva, Shiva Puja. Tuesday Shasta. Wednesday Ganesha. Thursday Vishnu. Friday Bhagavati. Saturday Lord Shiva. Sunday holiday. No puja. That's all. ഇങ്ങനെയാണ് ജീവിതം. പക്ഷേ ഒരു ചെറിയ ഒരു വിഷമം വരുമ്പോൾ ഭാഗവതം ഭഗവത്ഗീത മനസ്സിലാക്കിയാൽ ഹൃദയത്തിന്റെ ആഴത്തിൽ പതിയും. That there is some disturbance. At that time, if you read Bhagavad Gita, it goes very deep in the heart. അതുകൊണ്ടാ കുന്തി മാത പ്രാർത്ഥിച്ചത്, വീണ്ടും വീണ്ടും കൃഷ്ണ എനിക്ക് ദുഃഖം താ. Mother Queen Kunti, she prayed, please give me more and more misery. Right? So, Shankaracharya explained that to be Veni Tattva. Veni Tattvam എന്ന് Shankaracharya വിശദീകരിച്ചു. You know, ladies plait their hair. മുടി പിന്നുന്ന കണ്ടിട്ടുണ്ടോ പെണ്ണുങ്ങൾ? അല്ലേ? ഇവിടെ പാലില്ല തോന്നുന്നു. ലൗട്ട ഫാഷൻ ആയപ്പോൾ. You know, ladies, what do you call that? Plait. മുടി പിന്നും. എത്ര സെറ്റ് മുടി വെച്ചാ പിന്നുന്നത്? How many sets you need? 3 sets, right? So this is called Veni. ഇതിനെ വേണി എന്ന് പറയും. അലഹാബാദിൽ പോയി കഴിഞ്ഞാൽ ത്രിവേണി സംഗമമുണ്ട്. You know, you go to Allahabad, you can see Triveni. One is Ganga, another is Yamuna, and third one is Saraswati from underground. 3 നദികൾ സംഗമിക്കുന്നതാണ് ത്രിവേണി. എത്ര പേര് പോയിട്ടുണ്ട് അലഹാബാദ്? ആരുമില്ല. ഓക്കെ. ത്രിവേണി 3 നദികൾ സംഗമിക്കുന്ന സ്ഥലമാണ്. ഒരു വശത്ത് നിന്ന് ഗംഗ, ഇനിയൊരു വശത്ത് നിന്ന് യമുന, അദൃശ്യമായി കാണാൻ പറ്റാത്ത രീതിയിൽ സരസ്വതി. One side Mother Ganga, another one is Yamuna, and you can't make out Saraswati. It comes in disguise, secret, right? 3 നദികൾ സംഗമിക്കുന്നത് വേണി. So പെണ്ണുങ്ങൾ ഇങ്ങനെ മുടി പിന്നുന്നതിനെയും സംസ്കൃതത്തിൽ, മറാഠി, ഗുജറാത്തിയിലൊക്കെ വേണി എന്നാ പറയാം. In North India, even in Sanskrit, the way you plait hair is called veni. എത്ര സെറ്റ് മുടി വേണം? You need 3 sets of hair. പക്ഷെ എത്ര കാണാൻ പറ്റും? എത്രയെ കാണാം? Only 2. Where is the third one? So that's binding. Yeah. 3 സെറ്റ് വേണം. There are totally 3, but you can see 2, but you know it is 3, right? So Acharyas explain, the first is Atma, നമ്മൾ. നമുക്കെല്ലാവർക്കും നമ്മളെ കുറിച്ച് അറിയാൻ വലിയ താല്പര്യമാണ്. We are all very eager to know. ഇപ്പൊ സപ്താഹം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇവിടെ 20 പേരുള്ളത്. ഇതേ ഫ്രീ ജ്യോതിഷം എന്ന് പറഞ്ഞിരുന്ന ഈ ഹാൾ ചിലപ്പോൾ ഫുൾ ആവും. Suppose I have free ജ്യോതിഷ്, astrology for free. Everybody will go. വ്യാഴം കൊള്ളാമോ, വെള്ളി കൊള്ളാമോ, ബുധൻ ആരുടെ കൂടെ പോയി, ശനി എങ്ങോട്ട് പോയിരിക്കണം,
Right? Everybody is so interested about ourselves. The second one is the universe. പ്രപഞ്ചം, നമ്മളെ ചുറ്റിയുള്ള പ്രപഞ്ചമാണ് രണ്ടാമത്. ഇത് രണ്ടിനെയും ബന്ധിക്കുന്നതാണ് ഈശ്വരൻ. Lord is the binding force between the soul and the material nature. ഈശ്വരനാ എന്നെയും പ്രപഞ്ചത്തിനെയും ബന്ധിക്കുന്നത് ഭാര്യ, മക്കള്, കുടുംബം, ജോലി, പണം. ഈ ബന്ധനങ്ങൾ ഉണ്ടാക്കുന്നതാരാ? The in between. It is Lord. Lord is there in between. ഒരു വശത്ത് ഞാൻ, ഇനിയൊരു വശത്ത് പ്രപഞ്ചം, myself and the universe, and the third element, connecting element is God. പക്ഷെ മൂന്നാമത്തെ സെറ്റിനെ കാണാൻ പറ്റുമോ? Can you see the third one? No. Without the third one, will the hair be like this? മുടിയിങ്ങനെ പിന്നാൻ പറ്റുമോ മൂന്നാമത്തെ ഇല്ലാതെ? So ആധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞാൽ ഇതിന്റെ നടുക്ക് അദൃശ്യമായ ഈശ്വരനെ കാണാൻ ശ്രമിക്കുന്നതാണ് ആധ്യാത്മികം. Spirituality means trying to find out the third binding element. That is spirituality. Anybody have lived in that old type house, Agat? ഈ പഴയ 4 കെട്ട് വീടിലൊക്കെ താമസിച്ചവരുണ്ടോ? Anybody? You have a house like that? You have an opening in the middle. You can see the sun. What do you call that? What do you say? Tamil? 4 കെട്ട് വീട്. Yeah. Center is open. In North India they say Angar. What do you say in Kannada? No idea. Okay. Why that middle portion is open? എന്തുകൊണ്ടാണ് ഈ നടുമുറ്റം തുറന്നു വെച്ചിരിക്കുന്നത്? Why is it open? Light. Okay, light. പിന്നെ air circulation. Okay. പ്രകാശം വരും, വെളിച്ചം വരും, വെള്ളം വരും, കള്ളം വരും. Thief will come. Okay, it's all right, correct only. Right? But then, as per Vastu, there is a different definition. Vastu അനുസരിച്ച് വേറെ ഒരു വിശദീകരണമുണ്ട്. വീട് പണിയുന്ന സമയത്ത് when you construct, east belongs to Kubera, കിഴക്ക് വശം കുബേരന്റെ, അഗ്നിമൂല, ഈശാനുകോൺ, യമ, കുബേര. You have all these devi devatas, ചുറ്റിയും ദേവന്മാരൊക്കെ ഉണ്ടാവും. തെക്ക് വശം യമന്റെ, കിഴക്ക് വശം കുബേരന്റെ വാതിൽ ഉണ്ടാക്കുന്നതാണ്. And the middle portion, നടുക്കുള്ള മധ്യഭാഗം, belongs to God, Krishna, Vishnu. അതായത് ബ്രഹ്മസ്ഥാൻ, ഈശ്വരന്റെ സ്ഥാനമാണ്. It belongs to the Lord, right? So വീട് പണിയുന്ന സമയത്ത് നടുക്ക് ഓപ്പൺ ചെയ്ത് തുളസി വെച്ചിട്ട് വീട് ചുറ്റിയും പണി ചെയ്യും. They construct a house around that. Middle portion will be tulsi. But when they build a temple, ക്ഷേത്രം പണിയുമ്പോൾ നടുക്ക് ദൈവം ഉണ്ടാവും, ചുറ്റി ഓപ്പൺ ആയിരിക്കും. And you see in the temple, God will be in the center. Surrounding will be open. Whereas the house, it is ulta. Houses in the, which means ജീവിതത്തിന്റെ മധ്യ ആരാണ്? Who is the center of your life? ജീവിതത്തിന്റെ മധ്യ ഈശ്വരൻ. പിന്നെ നാട്ടില് ഭൂമിക്ക് വില കൂടിയപ്പോ റിയൽ എസ്റ്റേറ്റുകാരൻ ദൈവം നടുക്കുള്ള ദൈവത്തിന് സ്റ്റാർക്കേസ് കടിയിലാക്കി, ഔട്ട് ഹൗസിലാക്കി, കാർ ഷെഡിലാക്കി, അങ്ങനെ പറഞ്ഞു. We chased Lord out of the house. From the middle you put him in under the staircase, then car shed, like that they sent him off. ജീവിതത്തിൽ ഇരുന്ന് ഈശ്വരൻ അപ്രത്യക്ഷമായപ്പോൾ, the moment Lord left your family, a unseen family had come and stayed in your house. അദൃശ്യമായ, കാണാൻ പറ്റാത്ത ഒരു കുടുംബം നമ്മുടെ നടുക്ക് വന്നിരിക്കുകയാണ്. ഹസ്ബൻഡ്, ഭർത്താവിന്റെ പേര് കാലൻ, യമ. വൈഫ് ഈസ് അയ്യോ, യമന്റെ പത്നിയുടെ പേരാണ് അയ്യോ. വൈഫ് ഓഫ് യമരാജ് ഇസ് കോൾഡ് അയ്യോ. അതുകൊണ്ടാണ് വീട്ടില് വിളിക്കരുതെന്ന് പറയാം, അയ്യോ കഷ്ടം വന്ന. നോർത്ത് ഇന്ത്യ യു ഗോ, അയ്യോ രാമ. Everybody says that. Ayyo is nobody else than wife of Yamaraj. So when you scream Ayyo, automatically she will come and stay in your house with her husband. ഭർത്താവ് കാലൻ, ഭാര്യ അയ്യോ, പിന്നെ 2 മക്കളാ, കലഹവും കാപട്യവും. They are 2 children. അതോടെ വീട്ടിൽ സമാധാനം ഇല്ലാണ്ടാവും. ഭർത്താവ് ആരാ? Husband is Yama, wife Ayyo, children കലഹവും കാപട്യം. 2 children, quarrel and hypocrisy. കലഹവും. ഈ 4 പേര് വന്ന് വീട്ടിൽ താമസിച്ച പിന്നെ ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. There will be zero peace in the house.
So, ഈ 4 പേരും, if you want to get rid of this family, you should have Lord in the center of the life. ജീവിതത്തിന്റെ നടുക്കെ ആര് വേണം? ഭഗവാൻ വേണം. Is it clear? Okay. So shall we start Bhagavatam? Sure. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. So Bhagavatam states 4 living entities as an example how you should listen to Bhagavatam and how you should not listen to Bhagavatam. ശ്രീമദ് ഭാഗവതം കേൾക്കാനായിട്ട് 4 ജീവികളെയാ ഉദാഹരണമായി പറയുന്നത്. ഭാഗവതം എങ്ങനെ കേൾക്കണമെന്നും എങ്ങനെ കേൾക്കാൻ പാടില്ല എന്നും ഉദാഹരണം പറയും. 4 ജീവജാലങ്ങൾ. ആദ്യം, the first is hornbill, വേഴാമ്പൽ പക്ഷി. hornbill, you know it's a bird, hornbill. രണ്ടാമത്തത് ഹംസ, the swan. third is a crow, കാക്ക. നാലാമത്തത് mosquito, bull. 4 എണ്ണത്തിനെ ഞാൻ പറയാം. ഫസ്റ്റ് ഏതാ? hornbill, വേഴാമ്പൽ, swan, crow, mosquito. So the hornbill has got a peculiarity. It's very special. ഈ വേഴാമ്പൽ പക്ഷിക്ക് ഒരു ഭയങ്കര പ്രത്യേകതയുണ്ട്. എത്ര വെള്ളം ദാഹിച്ചാലും, how much ever she is thirsty, നദിയിൽ വെള്ളം കുടിക്കില്ല, ആറ്റിൽ കുടിക്കില്ല, കുളത്തിൽ കുടിക്കില്ല, ഓടയിൽ കുടിക്കില്ല, എവിടെയും ചെന്ന് വെള്ളം കുടിക്കില്ല. how much ever she is thirsty, she won't drink from water from the river, tap, anywhere. She will simply wait for the rain. മഴയ്ക്ക് വേണ്ടി മാത്രം കാത്തിരിക്കും. The bird is very small, ചെറിയ ഒരു പക്ഷി. The beak is so big, അതിന്റെ വായ് വലുതാണ്. On the beak there are 2 holes. If you see that bird, there are 2 holes on the beak. ആ പക്ഷിയുടെ വായിൽ 2 ദ്വാരമുണ്ട്. എത്ര വെള്ളം ദാഹിച്ചാലും മഴയ്ക്ക് വേണ്ടി മാത്രം she will simply wait for the rain. And when the bird flies, the farmer will know it's going to rain. മഴ പെയ്യാൻ പോകുന്നു എന്ന് കൃഷിക്കാരൻ ആ പക്ഷി പറഞ്ഞാൽ മനസ്സിലാവും. So we should listen like hornbill. വേഴാമ്പൽ പക്ഷിയെ പോലെ ഭാഗവതം കേൾക്കാം. എന്താണ്? സൗകര്യത്തിനെ കുറിച്ചോ, നമ്മളെ ചുറ്റിയുള്ള ആൾക്കാരെ കുറിച്ചോ, സാഹചര്യങ്ങളെ കുറിച്ചോ, സുഖദുഃഖങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ ഭാഗവതത്തിൽ നിന്ന് എനിക്ക് എന്ത് മനസ്സിലാക്കാം? When you listen to Bhagavatam, don't worry about circumstance, don't worry about your atmosphere, don't situation, nothing, forget everything and simply take the essence. That's going to really help us. By the end of, when you read Bhagavatam, ting, you will get a light aura around your head. നമ്മളെ തലയെ ചുറ്റി ഒരു പ്രകാശമൊക്കെ. You go and see in the mirror, കണ്ണാടിയിൽ നോക്കി അങ്ങനെ ടിങ് എന്നിരിക്കും. ദൈവങ്ങളുടെ പടം കണ്ടിട്ടില്ലേ? You have seen the paintings of gods, they got a yellow light. You will also get one ting like that. അത് മാത്രമല്ല, from that point you don't have to use fair and lovely and all. Navayavana, you will become young. No imam, I don't know what is the modern things, Himalayan package. You don't have to spend, ting, you'll become very young like that. Oru chelavilla, and diseases will be cured. These are all material benefits. അസുഖം മാറി കിട്ടും, യൗവനം തിരിച്ചു കിട്ടും, എല്ലാ പ്രശ്നങ്ങളും മാറും. ഇതെല്ലാം ഭൗതിക നേട്ടം. These are all material benefits. ആധ്യാത്മിക നേട്ടം, the Lord will reside in your heart. ഭഗവാൻ വന്ന് ഹൃദയത്തിൽ വസിക്കും എന്നാ പറയാം. Right? Okay, what is the second one? രണ്ടാമത്തേത് ഏതാ? Swan. That is why Bhagavatas are called Paramahamsa. ഭാഗവതന്മാരെ പരമഹംസൻ എന്ന് പറയുന്നു. Hamsa has got a speciality. ഈ അരയന്നത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. You mix water and milk and give it in a bowl. ഒരു പാത്രത്തിൽ പാലും വെള്ളവും ചേർത്ത് കൊടുത്താൽ it will drink only the milk and give back the water. വെള്ളം തിരിച്ചു തരും. നാട്ടിൽ എല്ലാ വീട്ടിലും വേണം. എത്ര പാൽ എത്ര വെള്ളം കിട്ടുന്നു. You should have it in your house back in country, India, because പാൽക്കാരൻ, the milkman only gives വെള്ളം, കുറച്ച് കളറിന് മാത്രം പാല് തരും. So Hamsa has got a speciality, simply drink milk and give back your water. വെള്ളം തിരിച്ചു തരും. So Bhagavatam should be heard like that. All the negativities, forget and take the essence alone. അതിലുള്ള ദോഷം, കുറ്റം, കുറവുകൾ ഇതെല്ലാം മാറ്റി വെച്ച് നിർദ്ദേശം മാത്രം ജീവിതത്തിൽ എടുക്കണം. The first 2. Second 2 ഏതാ? Crow and a mosquito. കാക്ക എന്ത് ചെയ്യും? കാക്ക എവിടെ കൂടും? Where the crows will gather? Garbage.
Right? Bang, 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 bang. They will call me garbage. So Bhagavatam says, Vayasa Tirtha, Astalatine, Vayasa Tirtha. The pilgrimage of crows means garbage. ഒരു മനുഷ്യൻ കൂടുതൽ ഗാർബേജിലാണ്. കാരണം you know Lions Club program, you have Lions Club here? Thank God. ഇവിടെ ഒന്നും ലയൺസ് ക്ലബ് ഇല്ല. ലയൺസ് ക്ലബിൽ പോയി ചില ലക്ഷം രൂപ കൊടുത്ത് മെമ്പർഷിപ്പ് എടുത്തു എന്നിരിക്കട്ടെ. യു ബിക്കം എ മെമ്പർ ഇൻ ലയൺസ് ക്ലബ്. They will say Lion Chandrahasan. Bhagavatam says Shriman Shrimati Chandrahasan. Bhagavatam നല്ല പേര് തരും, ശ്രീ ശ്രീമതി എന്നൊക്കെ. ലയൺസ് ക്ലബിൽ മെമ്പറായി എന്താവും? ലയൺ ചന്ദ്രഹാസൻ. ഭാര്യ, വൈഫ്, ലയണസ്, കുട്ടി, ലയൺ കപ്പ്. ശാസ്ത്രം പറയുന്ന മൃഗജീവിതത്തിൽ നിന്ന് മനുഷ്യ ജീവിതത്തിൽ വരാൻ, പക്ഷെ സമൂഹം മനുഷ്യനിൽ നിന്ന് മൃഗമാക്കില്ലേ. The society, Bhagavatam says, try to be a human, elevate yourself, but the society will make us again animal. If you think of God and leave the body, in the next life you will get 4 hands. If you don't think of God, you will get 4 legs. ദൈവത്തിനെ വിചാരിച്ച് മരിച്ചാൽ അടുത്ത ജന്മത്തിൽ 4 കൈകളും, ഈശ്വരനെ വിസ്മരിച്ച് മറന്നു മരിച്ചാൽ എന്ത് കിട്ടും? 4 കാല്. ഏത് വേണം? കൈ വേണോ കാല് വേണോ? കൈ വേണം. So we should not be like crow. And what is the 4th one? Mosquito. ഈ കൊതുക് പശുവിന്റെ അകിടിൽ ചെന്നിരുന്നാലും പാല് കുടിക്കോ ചോര കുടിക്കോ? The mosquito, if it bites the udder of the cow, from where they milk, will the mosquito drink blood or milk? Blood. ചിലരുണ്ട് ദോഷം മാത്രം കാണുന്ന വ്യക്തികൾ. അതിൽ നമ്മൾ മലയാളികൾ കുറച്ച് ഫേമസ് ആണ്. Always, some people find fault, ദോഷം നോക്കി അവന്റെ ജീവിതം തന്നെ ഒരു ദോഷമാണ്. He will be full of fault. If you always see fault, your life will become faulty. If you always see good in others, you will also transform yourself. നന്മകൾ മാത്രം കാണുന്നവന്റെ ജീവിതത്തിൽ നന്മ പകരുകയും ദോഷം മാത്രം കാണുന്നവന്റെ ജീവിതം മുഴുവനും ദോഷമായിരിക്കും. A village was full of drunkards. ഒരു ഗ്രാമം മദ്യപാനികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. So ബോധവൽക്കരണം ചെയ്യുന്ന ഒരു വ്യക്തി വന്നു. A person wanted to, rehabilitate all the drunkards. വന്നിട്ട് നാട്ടുകാരെ, ഗ്രാമത്തിലുള്ളവരെയൊക്കെ വിളിച്ചു, പ്രിയപ്പെട്ട ജനങ്ങളെ, he invited everybody. 2 ഗ്ലാസ് വെച്ചു. He kept 2 glasses. One is filled with water, another is filled with alcohol. മദ്യം കൊണ്ടും വെള്ളം കൊണ്ടും 2 ഗ്ലാസ് നിറച്ചു വെച്ചു. He took some earthworm, മൺപുഴുക്കളെ എടുത്തിട്ട് he dropped some in this and some in that. വെള്ളത്തിൽ കുറച്ചും മദ്യത്തിൽ കുറച്ചും. The earthworm in the water was happily swimming. വെള്ളത്തിൽ ഉണ്ടായിരുന്ന പുഴുക്കൾ നീന്തി കളിച്ചു. The earthworms in the alcohol, after some time they died. ഈ മദ്യത്തിൽ ഉണ്ടായിരുന്ന പുഴുക്കളെല്ലാം ചത്തുപോയി. So he asked the village people, ഗ്രാമത്തിലുള്ളവരോട് ചോദിച്ചു, ഇത് കണ്ടിട്ട് നിങ്ങൾ എന്ത് മനസ്സിലാക്കി? What do you understand? What is the lesson from this? ഗ്രാമത്തിലുള്ളവരൊക്കെ പറഞ്ഞു, മദ്യം കുടിച്ചാൽ ചേട്ടാ വയറ്റിലുള്ള പുഴുവെല്ലാം ചത്തുപോകും. They said if you drink alcohol, all the worms in your stomach will die. അയാൾ എന്താ ഉദ്ദേശിച്ചത്? ഇവരെന്താ മനസ്സിലാക്കി? Right? So ഇതുപോലെ ഭാഗവതം കേൾക്കരുത്, കാര്യമില്ല, എല്ലാം ദോഷമായി പോകും. Once ദ്രോണാചാര്യ called യുധിഷ്ഠിര മഹാരാജാവിനെ ദ്രോണാചാര്യർ വിളിച്ചിട്ട് ചോദിച്ചു, find out the worst thing in this world. പ്രപഞ്ചത്തിലെ ഒരു കാശിന് കൊള്ളാത്ത ഉപയോഗശൂന്യമായ സാധനത്തിനെ കണ്ടുപിടിച്ചു വരും. Find the worst thing. So Yudhishthira was looking for the bad thing. ഇങ്ങനെ അന്വേഷിച്ചു പോവാ, ഏതാണ് മോശം, കാശിന് കൊള്ളാത്തത്, വേസ്റ്റ് സാധനം ഏതാണെന്ന് യുധിഷ്ഠിരൻ അന്വേഷിച്ചു പോവാ. Everything he sees, he makes out there something good in it. എന്തിനെ കണ്ടാലും എന്തെങ്കിലും ഒരു നന്മ കാണുമായിരുന്നു. He was looking for days and days and days. And finally in the morning, ഒരു ദിവസം രാവിലെ അന്വേഷിച്ച് രാവിലെ പുള്ളിക്കാരൻ ടോയ്ലറ്റിൽ പോയി മലത്തിനെ കണ്ടു. He saw the stool, in the morning he saw the toilet stool, his own stool. Then Yudhishthira thought, this is the waste thing in the whole world. പ്രപഞ്ചത്തിലെ വെച്ച് ഉപയോഗശൂന്യമായ സാധനം ഇതാണ്. Because cow dung is useful, elephant dung, everything is useful except human dung. മനുഷ്യന്റെ മലം മനുഷ്യ ബാക്കി എല്ലാത്തിനും എന്തെങ്കിലും പ്രയോജനമുണ്ട്.
So Yudhishthira said, this is the worst thing in the whole creation. Prapanchathile vechu upayoga shunyam idana. Then immediately the stool started speaking. Malam samsarikkan thodangi. Yudhishthira, till yesterday I was beautiful flower and fruit. The moment I got in touch with you, I became like this. ഇന്നലെ വരെ ഞാൻ മനോഹരമായ പഴങ്ങളും പൂക്കളും പുഷ്പങ്ങളുമായിരുന്നു. എപ്പോ നിന്റെ കൂടെ കൂടിയോ അപ്പോഴാ ഇങ്ങനെയായത്. So who is the worst thing in the whole creation? Humans. ആലോചിച്ച് നോക്കൂ, മനുഷ്യൻ എവിടെയെല്ലാം ഉണ്ടോ അവിടെ എല്ലാം അടിയാണ്. Wherever human race is there, there is war, fight, quarrel, battle. Antarctic മാത്രം യുദ്ധമേ ഇല്ല. There is no battle in Antarctic. Why? നമ്മളില്ല, മലയാളികൾ കൊണ്ട് വിസ കൊടുത്തില്ല. So this is the worst creation in this whole world. പ്രപഞ്ചത്തിലെ ദോഷമായ സൃഷ്ടി മനുഷ്യരാശിയെ സൃഷ്ടിച്ചതാണ്. So then we should use this life to understand God. ഈ ജീവനെ എന്തിനു വേണ്ടി ഉപയോഗിക്കണം? ദൈവത്തിനെ മനസ്സിലാക്കാൻ. To understand God. If we don't understand God, life is a waste. ദൈവത്തിനെ മനസ്സിലാക്കിയില്ലെങ്കിൽ ജീവിതം വേസ്റ്റ് ആണ്. എല്ലാവരും ഒരു ദിവസം ചത്തുപോകും. We all will die. Yes or no? Yes. Can you take your house back? പോകുന്ന വഴിക്ക് വീട് എടുത്തോണ്ട് പോകാൻ പറ്റും. Can you carry your house? പോകുന്ന വഴിക്ക് കൂട്ടിനിരിക്കട്ടെ നമ്മൾ ചേട്ടനെ വിളിച്ചോണ്ട് പോകാൻ പറ്റും. You know, can you take your husband and go, you know, for some company because we have to go a long way? ശരി, വിശക്കെന്ന് പറഞ്ഞ് നാല് ഉണ്ണിയപ്പെടുത്തോണ്ട് പോകാൻ പറ്റുമോ? Can you take some eatables? പത്രവട? Can you take? No. പൈസ? Dress? Can you take the dress? വസ്ത്രം കൊണ്ടുപോകാൻ പറ്റുമോ? Can you carry this body at least? എല്ലാമേ ഇവിടെ കളഞ്ഞു. We were working so hard for all these things, right? Dress, body, relation, family, idu onnume kondupoviല്ല. We won't carry anything. So Purana says the example of camel. Camel, ഒട്ടകത്തിനെയാണ് ഉദാഹരണമായി പറഞ്ഞത്. In the desert, sometimes the camel is very thirsty. ഭയങ്കര വെള്ളത്താവാണ് ഒട്ടകത്തിന്. So the camel was looking for water. വെള്ളമന്വേഷിച്ച് ഒട്ടകം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. Very thirsty. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? ഇടയ്ക്കിടെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കും. ആൻസർ പറഞ്ഞില്ലെങ്കിൽ നാളെ അച്ഛനെ വിളിച്ചോട്ടെ. ബെഞ്ചിന്റെ മേലെ നിൽക്കണം. So who is very thirsty? ഒട്ടകം ഭയങ്കര വെള്ളത്താവും. Very thirsty. So finally the camel saw cactus. കള്ളിച്ചെടിയെ കണ്ടു. So camel ran and started eating the cactus. ഈ കള്ളിച്ചെടിയെ കടിച്ചു തിന്നാൻ തുടങ്ങി. Then the thorns pricked all over the mouth of camel. ഒട്ടകത്തിന്റെ വാ മുഴുവനും ഈ മുള്ളു കൊണ്ട് കട്ടായി ചോര വരാതെ blood started oozing. Then the camel drank the blood. ഒട്ടകം ചോര മുഴുവനും കുടിച്ചു. Then the camel thought, wow, cactus juice is very tasty. ഈ കള്ളിച്ചെടിയുടെ ജ്യൂസ് ഭയങ്കര മധുരമാണെന്ന് വിചാരിച്ചു. Whose juice is that? Cactus or camels? Camel. So this word is called Maya, which is not real, eternal. ഇല്ലാത്ത ഒന്നിനെ ഉണ്ടെന്ന് ധരിപ്പിച്ച് മനുഷ്യനെ നടത്തിക്കൊണ്ടു പോകുന്നതാ മായ. Those things are not exactly there, but it will make you think like that. അങ്ങനെ ചിന്തിക്കാൻ. ഹൈവേ സമ്മറിൽ പോകുമ്പോൾ in the highway you can see water in the road. ദൂരെ വെള്ളം കിടക്കുന്ന പോലെ തോന്നും. The moment the car goes there, ആ വെള്ളം കുറച്ചും കൂടെ അപ്പുറത്ത് പോകുന്നു. Water will go further. You have seen മരീചിക വെള്ളം കിടക്കുന്ന പോലെ തോന്നും. കുറച്ചും കൂടെ വണ്ടി പോയാൽ വെള്ളം അപ്പുറത്ത് പോകും. The water is further up there. Again you ride, water is further up there. ഇതിനെയാണ് നമ്മുടെ ജീവിതത്തിനെ ഉപനിഷത്ത് കഴുത എന്ന് പറയുന്നത്. As per Upanishad, we are all called donkeys. Right? Don't get angry with me. Upanishads are saying so. നമ്മൾ എന്താ വിളിക്കുക ഉപനിഷത്ത്? കഴുത ഗോവിന്ദപിള്ള, കഴുത കൃഷ്ണകുമാർ, all donkeys. Why? The washerman, അലക്കുകാരൻ കഴുത നിറയെ തുണി വെച്ച് കെട്ടും. He will tie a lot of
clothes on donkey, എത്ര അടിച്ചാലും കഴുത പോവില്ല. He will start whipping the donkey will not move. So on top of the load, he will tie a stick, and at the end of the stick, he will tie grass. കഴുതയുടെ മേലെ ചുമട്, there is a bundle, and there is a stick. വടിയുണ്ട്, വടിയുടെ അറ്റത്ത് എന്താ ഉള്ളത്? പുല്ല്, grass. And the കഴുത will see the പുല്ല്. കഴുത പുല്ലിനെ കാണും, the grass. And it will go front, the stick will also go front, grass will also, the donkey will never get the grass. കഴുതയ്ക്ക് പുല്ലേ കിട്ടില്ല, പക്ഷെ കഴുത പോകും. It will reach there, right? Most of you are all mothers here, right? You all have children. First 2 years, the moment the baby is born, കുട്ടി ഉണ്ടായ ആദ്യത്തെ 2 വർഷം, the mothers can never sleep peacefully. ഒരു നിമിഷം പോലും ഉറങ്ങാൻ പറ്റില്ല. The eyelids will be weighing 10 kilos. ഓരോ കൺപോഴയും 10 കിലോ ഉണ്ടാവും. രാത്രി ഒന്ന് ഉറങ്ങിയാ മതി, feel like sleeping, no? But you can't sleep. By that time, you are about to close. കണ്ണടയ്ക്കാൻ പോകുമ്പോൾ he will start. The baby will start. And you call your husband, he will be sleeping. Right? 2 years, you can never sleep peacefully. 2 വർഷം ഉറങ്ങാനേ പറ്റില്ല. You will be so irritated, fed up. But the moment you see the baby, കുഞ്ഞിനെ കാണുന്ന നിമിഷം, ഇപ്പ me to do, that's all the miseries are forgotten. You forget all the pain. Yes or no? Yeah, this is called Maya. The world will beat us again and again. Keep on beating. By the time you are very irritated, you give one ice cream. Come on, take. Again start beating. It is like keeping ourselves inside the water. വെള്ളത്തിൽ മുക്കി വെക്കും, ശ്വാസം കിട്ടില്ല. Almost about to die, then they will pull. Again they will give you a Puna charvita, again and again. It is going on and on and on. So Upanishad says, Gita gayanti gantavam ahodvani ahodu. This is a shloka in Upanishad. Gita gayanti gantavam ahodvani ahodu. Camel and donkey fell in love. Upanishadilulla ശ്ലോകമാണത്. ഒരു ഒട്ടകവും കഴുതയും പ്രേമിക്കാൻ തുടങ്ങി. So they were meeting in sugarcane yard, they were meeting in the beach, they were meeting here, meeting there. Tamil കണ്ടുകൂട്ടാ ആരൊക്കെ? Camel and donkey. They are lovers. So the camel is telling to donkey, Aho Dhwani, what an angelical voice you have. Nightingale is staying in your throat. What melodious, fantastic voice, Aho Dhwani. Then the donkey is telling, കഴുത പറയാ ഒട്ടകത്തിന്റെ അടുത്ത്, Aho Rupam, what a macho man you are. Look at your muscles, look at your personality. Then both of them fell in love. രണ്ടുപേരും പ്രേമിക്കാൻ തുടങ്ങി. അത്രയാണ് ഗീത ഗായന്തി ഗന്ധവം. Then the donkey started singing and the camel started dancing. It is all happening in the sugarcane garden. തോട്ടത്തിനകത്ത് അഹോ ധ്വനി അഹോ രൂപം പ്രേമിക്കാനും ആടാനും തുടങ്ങി. തോട്ടത്തുകാരൻ വന്ന് 2 അടി അടിക്കുന്നു. The gardener, he came and started beating. So Upanishad says Maya Mukha. As long as the Lord is not present in the life is meaningless. എത്രയും ഈശ്വരൻ ജീവിതത്തിൽ ഇല്ലാതിരിക്കുമോ ജീവിതം ഉപയോഗശൂന്യമാണ്. അപ്രാണസേവഹി ദേഹസ്യ മണ്ഡലം ലോകരഞ്ജനം. Like decorating like a dead body. ശവത്തിന് ഡെക്കറേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? What is the purpose in decorating a dead body? Anybody from Tamil Nadu here? Yeah. Tamil Nadu செத்த பணத்தை பார்க்க. You should go and see the dead body there. They will put him on a chair, no? ஒரு கசாரையில பிடிச்சி இருத்திட்டு கெட்டிட்டு வச்சிங்க. They will tie him. And they will give a cooling glass also for him, you know. நல்லா Googles எல்லாம் for a dead body. And 1 rupee coin on the head, tongue like that. 1 ரூபாய் தொட்டும் வெச்சு கண்ணாடியை வச்சிட்டு then band வாங்க. டடடடடடடடடடட band வாங்க. And everybody will be dancing, sweet distribution, crackers. When he was alive, they did not even give 1 glass water. ജീവനോടെ ഇരുന്നപ്പോ ഒരു ഗ്ലാസ് വെള്ളം പോലും തന്ന ചത്ത it is actually cooling glass milk. Because people are so happy, ഒന്ന് പോയി കിട്ടിയല്ലോ. So happy, no, he is lost forever.
So Shastra says, Aprana sevahi dehasya mandanam lokaranjanam. If you don't surrender to God, life is like decorating a dead body. You all agree or not? Yes or no? Yes. Yes. If you say no, I'll stop here. Right? So Bhagavata Kathamrithu says one more example. Like a farmer had bought a new cow. Or a krishikara, or a pashuvinai medicchu. Then it started giving him morning 10 liters of milk and evening 8 liters of milk. രാവിലെ 18 ലിറ്റർ പാല് തരാറുണ്ട്. So he was so happy. ഭയങ്കര സന്തോഷത്തോട് പത്നിയെ വിളിച്ചു പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞു. He said to his wife, see, if we get milk like this every day, we can buy one more cow. ഇങ്ങനെ ഒരു ദിവസം പാല് കിട്ടിയാൽ ഒരു പശുവിനെ കൂടെ മേടിക്കാം. We can buy one more cow. So the wife said, where we will tie the cow? ഇതിനെ എവിടെ കെട്ടും? We don't have place to tie even one cow. ഒരു പശുവിനെ കെട്ടാൻ പോലും സ്ഥലമില്ല. രണ്ടാമത്തത് എവിടെ കെട്ടും? And both the husband and wife are thinking where we can tie the cow. രണ്ടാമത്തെ പശുവിനെ എവിടെ കെട്ടും? Do they have the second cow? രണ്ടാമത്തെ പശു അവിടെ ഉണ്ടോ? ഇല്ല. But they started thinking where we will tie the second cow. Then the wife is telling, oh, you can do one thing, you can tie it in my mother's house. എൻ്റെ അമ്മയുടെ വീട്ടിൽ കെട്ടാം. The husband replied, എനിക്ക് നിന്നെ വിശ്വാസമില്ല, നിന്റെ അമ്മയെ ഔട്ട് വിശ്വസിക്കും. I don't believe you nor your mother. Then the wife said, you can tell whatever you want about me, but don't talk about my mother. എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിൽ പറഞ്ഞാൽ അമ്മയെ കുറിച്ച് പറയല്ലേ. Why? I will speak about your mother only. Because she promised 50, what do you call it? Sovereign of gold, but she gave only 15. She cheated. You are talking about my mother. You are a cheater, your father is a cheater, everybody is a cheater. And then they both started fighting, right? Then the neighbor came. അടുത്ത വീട്ടുകാരൻ വന്നു. അപ്പ എന്തിനാ രാവിലെ നിങ്ങൾ അടിക്കണേ? Why are you fighting like this? Then they said the whole story. Then the neighbor took a long stick and started beating both of them. രണ്ടുപേരെ അയൽവക്കക്കാരെ അടിക്കാൻ തുടങ്ങി. ചോദിച്ചു, why are you beating? Because the new cow you bought, no, it is inside my garden eating all the vegetables. ആ പുതിയ പശു എന്റെ തോട്ടത്തിനകത്ത് കയറുന്നതാണ്. Is there a new cow there? No. Our life is like that. ഇല്ലാത്തതേ ഉണ്ടെന്ന് വിചാരിച്ച് അതിന്റെ മേലെ യുദ്ധം ചെയ്ത് മനുഷ്യൻ സമാധാനം കളഞ്ഞ് ജീവിക്കുന്നതാ മായാജീവിതം. The world will make you believe that things are existing but which are not existing, and we live on that basis. Is it clear? Yes. So now we move to the last chapter of Gita Mahatmya. So far we were discussing only Bhagavata Mahatmya. ഇതുവരെ നമ്മൾ